വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് കേന്ദ്രത്തിൻ്റെ ആശാ കിരണങ്ങൾ. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹം സാധാരണ രീതിയിൽ മാന്യനായ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു മന്ത്രിയെ എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴദ്ദേഹം വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് ആശ്വാസവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അതായത് സൗജന്യ ചികിത്സ 1.5 ലക്ഷം രൂപ വരെ അപകടത്തിൽപ്പെട്ട് 24 മണിക്കൂറിനകം പോലീസിൽ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിച്ചിരിക്കുന്നവർക്ക് 7 ദിവസത്തെ സൗജന്യ ചികിത്സ നൽകുന്നതാണ്. ആ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയാണ് 1.5 ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്നത്. അത് മാത്രവുമല്ല, അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകും. അതും അദ്ദേഹം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിച്ചവർക്ക്, അതായത് ഹിറ്റ് ആൻഡ് റൺ കേസ് ആണെങ്കിൽ പോലും മരിച്ചാൽ ആ മരിച്ചവർക്ക് 2 ലക്ഷം രൂപ എന്ന രീതിയിൽ കൊടുക്കും എന്നാണ് നിയമം വന്നിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സഹായിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 5000 രൂപയുടെ പ്രതിഫലം അഥവാ പാരിതോഷികമായിട്ട് കൊടുക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. സാധാരണ രീതിയിൽ റോഡിൽ മരണാസന്നനായി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കണ്ടാലും തിരിഞ്ഞു നോക്കില്ല. കാരണം അതിൻ്റെ എല്ലാ ചെലവുകളും, പിന്നെ കോടതി കയറുക ഇറങ്ങുക, ഇങ്ങനെയുള്ള ഒത്തിരി നൂലാമാലകൾ ഈ ദൃക്സാക്ഷിക്ക് അല്ലെങ്കിൽ സഹായിക്കാൻ ചെന്നയാൾക്ക് വരും. അല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ നോക്കി നിന്ന് പോയാൽ തന്നെ അത് വിവരം അറിയിച്ചാൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ല കേട്ടില്ല മട്ട് പോവുക ചെയ്യുന്നത്. അപ്പം അതിന് ഒരു മാറ്റം ജനങ്ങളിൽ വരുത്താൻ കഴിയും എന്ന് കരുതിയാകണം ഇങ്ങനെ 5000 രൂപയുടെ ഒരു പാരിതോഷികം അത്തരക്കാർക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് യാത്രാവേളയിൽ പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ ഘടിപ്പിക്കും. ആ സംവിധാനങ്ങൾ തന്നെ കൊണ്ടുവരും. ഡ്രൈവർക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഓഡിയോ വാർണിംഗ് സിസ്റ്റം, അതാണ് ആ പുതിയ സാങ്കേതിക സംവിധാനത്തിൽ ഒന്നാമതുള്ളത്. അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോകാം. നമുക്കറിയാം, രാത്രിയിലൊക്കെ നമ്മളൊരു ഡ്രൈവറെ വെച്ച് ഉറങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ടൂറൊക്കെ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിലെ കുട്ടികളെയും കൊണ്ട് ടൂർ പോയപ്പോൾ ടീച്ചറായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് എപ്പോഴും, ഞാൻ ഉറങ്ങിയതുമില്ല, എപ്പോഴും ഡ്രൈവറെ ഉണർത്തിക്കൊണ്ടിരിക്കും, പേര് പറഞ്ഞ് വിളിച്ച്. കാരണം ഉറങ്ങിപ്പോയാൽ എത്രയോ കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അത് കാരണം കൊണ്ട്. അതുപോലെ നമ്മൾ കുടുംബവുമായിട്ട് എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ മകനോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും അതെ, നമ്മൾ രാത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാകും സാധാരണ ആർക്കാണെങ്കിലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ അവരെ തന്നെ, അവരുടെ ക്ഷീണം പോലെ നമുക്കും ക്ഷീണം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുകയും അവരെ എപ്പോഴും ഓൺ ചെയ്ത് ഉണർത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള അതിന് പകരം അതുപോലും ഒരു പക്ഷേ അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പം അതുപോലും ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഓഡിയോ വാർണിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഓഡിയോ വാർണിംഗ് സിസ്റ്റമാണോ അതോ മനുഷ്യരുടെ വാർണിംഗ് സിസ്റ്റമാണോ, ഏതാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്ന് ഇനിയും നമ്മൾ പരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ അടുത്തിരുന്ന് തോണ്ടി അല്ലെങ്കിൽ നേരെ വിളിച്ച് ഒക്കെ പറയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ഓഡിയോ വാർണിംഗ് സിസ്റ്റം. എന്തായാലും ഒരു സിസ്റ്റം ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി മോശം സ്റ്റിയറിംഗ് നിയന്ത്രണം, അതായത് ഉറക്കം വരുമ്പോഴാണല്ലോ സ്റ്റിയറിംഗ് നിയന്ത്രണമൊക്കെ നമുക്കറിയാം. നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണം, അങ്ങനെ മോശം സ്റ്റിയറിംഗ് സിസ്റ്റം വന്നപ്പോഴാണ് പോയി മരത്തിലിടിച്ച് ആ പാവം ആ നല്ല മനുഷ്യൻ മരിച്ചുപോയ നമുക്ക് നല്ല ഭാവി ഉണ്ടായിരുന്ന ഉത്തുംഗ ശൃംഗത്തിൽ എത്തേണ്ടിയിരുന്ന ഒരു സംഗീതജ്ഞൻ നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പം അതുപോലെ മോശം സ്റ്റിയറിംഗ് നിയന്ത്രണം കണ്ടെത്തുമ്പോൾ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ വേറൊരു നിയന്ത്രണ മാർഗം, കമേർഷ്യൽ ഡ്രൈവർമാർ 8 മണിക്കൂറിൽ കൂടുതൽ ഒറ്റയടിക്ക് ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് നമ്മുടെ ലോക്കോ പൈലറ്റുമാരുടെ കേസാണ്. ലോക്കോ പൈലറ്റുമാർ യാതൊരു വിശ്രമവുമില്ലാതെ
എത്രയോ മണിക്കൂറുകളാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പം രണ്ടായാലും ഈ പറയപ്പെട്ട നിയന്ത്രണങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയെ പോലെയുള്ള ഒരു പോപ്പുലസ് ആയിട്ടുള്ള രാജ്യത്ത്, 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത്, അത് ശരാശരി മോട്ടോർ വെഹിക്കിളിൻ്റെ ഉപയോഗം താരതമ്യേന കുറവാണ് ഇന്ത്യയിൽ. പക്ഷേ അത് കേരളം, പഞ്ചാബ്, ഡൽഹി ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഉയർന്ന ഡെൻസിറ്റിയാണ് വെഹിക്കിൾസിൻ്റെ, മഹാരാഷ്ട്ര ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉയർന്ന ഡെൻസിറ്റിയിൽ വെഹിക്കിൾ യൂസ് ഉള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടും ഈ തരത്തിൽ ഇപ്പം നമ്മളറിയാം, ഓരോ ദിവസവും എത്രയെത്ര അപകടങ്ങളാണ് നാം കേൾക്കുന്നത്. ചില അപകടങ്ങളിൽ കുടുംബത്തിൻ്റെ നെടുംതൂൺ പോകുന്നു, കുടുംബം മുഴുവൻ പോകുന്നു. അപ്പം അങ്ങനെ കുടുംബത്തിൻ്റെ നെടുംതൂൺ പോവുക, പല പ്രധാനപ്പെട്ട മെമ്പേഴ്സും നഷ്ടമാവുക. ചിലപ്പോൾ ഈ ഡ്രൈവർ തന്നെ അതിൻ്റെ മാത്രം വരുമാനം, കമേഴ്ഷ്യൽ ഡ്രൈവർ ആണെങ്കിൽ അയാളുടെ വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബം കഴിയുന്നുണ്ടാകണം. അത്തരമൊക്കെ സാഹചര്യത്തിൽ മരിച്ച ഒരാൾക്ക് 2 ലക്ഷം കൊടുക്കുക, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരാൾക്ക് 1.5 ലക്ഷം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ആശ്വാസമാണ്, യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു സഹായം കിട്ടുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചികിത്സ മുടങ്ങുമായിരുന്ന കേസുകളിലും കൃത്യമായി ചികിത്സ കിട്ടും. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, കോഴിക്കോട് തന്നെ ഒരു അമ്മയും മകളെയും കൂടി വണ്ടി ഇടിച്ചിട്ട് പോയി. അയാളിപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഒത്തിരി മാസങ്ങൾക്ക് ശേഷം അമ്മ മരിച്ചു പോകുന്നു. കുട്ടി വലിയ വൈകല്യങ്ങളോടുകൂടി ട്രീറ്റ്മെൻറ്റിന് പോലും പണം കണ്ടെത്തിയത് അവരെ മറ്റുള്ളവർ സഹായിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോഴും ആ കുട്ടി പൂർണ്ണമായിട്ട് തിരിച്ചെത്തിയിട്ടില്ല ജീവിതത്തിലേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസസ്, അതായത് സമയത്ത് 7 ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് 7 ദിവസം കൊണ്ട് സാധാരണ രീതിയിൽ വലിയ അപകടനില തരണം ചെയ്യും. അപ്പം അങ്ങനെ അപകടനില തരണം ചെയ്യുന്നത് വരെയുള്ള ചികിത്സാ ചെലവുകൾ ഗവൺമെൻറ് വഹിക്കും എന്നുണ്ടെങ്കിൽ, അല്ലെ 1.5 ലക്ഷം വഹിച്ചു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ആരെങ്കിലുമൊക്കെ സഹായിച്ചുമൊക്കെ നിവൃത്തികെട്ടവരാണെങ്കിൽ അങ്ങനെയും നടക്കും. അപ്പോൾ എന്തായാലും നിതിൻ ഗഡ്കരി കൊണ്ടുവന്ന ഈ നിയമം ആശ്വാസകരമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്. കാരണം കേരളമാണ് വെഹിക്കിൾ ഡെൻസിറ്റി കൊണ്ടും അതുപോലെ ട്രാവൽ, അതായത് റോഡുകൾ ഒട്ടും സുരക്ഷാ യോഗ്യം അല്ല നമ്മുടെ കേരളത്തിലെ റോഡുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമല്ല കേരളം. പക്ഷേ കേരളത്തിലും വലിയ ഡെൻസിറ്റിയാണ് ഉള്ളത്. അങ്ങനെ വലിയ ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ ആശ്വാസം കേരളത്തിലെ ഒരുപാട് പേർക്ക്, റോഡ് അപകടങ്ങളിൽ പെടുന്ന ഒരുപാട് പേർക്ക് ആശ്വാസ കിരണമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, അതായത് ഇങ്ങനെ ഒരു രാജ്യത്ത്, ഇത്രയും ജനബാഹുല്യമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുൻപോട്ട് വരുന്നതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജനം നന്ദി പറയേണ്ടിയിരിക്കുന്നു.